കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം കേരളത്തിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഒരു അനുസ്മരണ യോഗമാണ് ഇന്ന് നിഴലാട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി മണിച്ചേട്ടനെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ GS വിജയൻ സാർ ഇവിടെ ഉണ്ട്. വിജയൻ സാറ് മണിച്ചേട്ടനെ അനുസ്മരിച്ച് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കലാഭവൻ മണി എന്ന് പറയാൻ നമുക്കൊരു അവസരം ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശന് വേണ്ടി ഞാനൊരു സീരിയൽ സംവിധാനം ചെയ്തു. വിനോദശാല എന്നാണ് എൻ്റെ പേര്. 13 എപ്പിസോഡുകൾ അവസാനിക്കുന്ന കഥകളായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ. ഇന്നത്തെ പോലെ 300-400 എപ്പിസോഡുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു കോടതിയിലൊക്കെ പോയതിന് ശേഷം ഞങ്ങൾക്ക് 15 എപ്പിസോഡ് വരെ കാണിക്കാനുള്ള അവകാശം അന്ന് കിട്ടിയിരുന്നു. ആ സീരിയൽ കണ്ടതിന് ശേഷമാണ് മലയാള സിനിമയിൽ കലാഭവൻ മണി അഭിനയിച്ചു തുടങ്ങുന്നത്. ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല, പക്ഷെ മണി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം മണി ഒരു കലാകാരൻ എന്നുള്ളതിലുപരി വലിയൊരു മനുഷ്യസ്നേഹിയായിരുന്നു. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരിക്കലും അയാൾ മരിക്കേണ്ട ഒരു പ്രായത്തിലൊന്നും അല്ല അയാൾ മരിച്ചിരിക്കുന്നത്. മണിയുടെ കുടുംബത്തെ എനിക്കറിയാം, ഭാര്യ, മകളെ, ഇവരൊക്കെ എനിക്കറിയാം. ഞാൻ ആ വീട്ടിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. സ്നേഹസമ്പന്നനാണ്. മരിക്കുന്നതിന് ഒരു 3 ആഴ്ച മുമ്പ് കൂടെ എന്നെ വിളിക്കാറുണ്ട്. ഒരു 3 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ എല്ലായിരുന്നു. എൻ്റെ ഭാര്യയോട് സംസാരിച്ചു. സത്യത്തിൽ എനിക്ക് മണി മരിച്ചതിന് ശേഷം ഞാൻ ചാലക്കുടി പോയിട്ട് മണിയുടെ ബോഡി പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം ആളായിരുന്നു. കാരണം ഒരു കലാകാരൻ മരിക്കുമ്പോൾ ഇത്രയും ആൾക്കാർ കൂടുകയും നാഷണൽ ഹൈവേയിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തത് സത്യത്തിൽ മണിയുടെ മരണമാണ്. അവിടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് സാധിച്ച കാരണം വീട്ടിലോട്ട് കയറുന്ന വഴി അവിടെ മുതൽ ആളാണ്, വണ്ടിയൊന്നും കൊണ്ട് വിടുന്നില്ല. എനിക്കെന്നല്ല, ഞങ്ങൾ പല ആൾക്കാരൊക്കെ, കാരണം പ്രശസ്തരായ ഒത്തിരി സംവിധാനം ഉണ്ടായിരുന്ന ജോഷി, സിവിമലയിൽ തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താഴോട്ടിറങ്ങാൻ പോലും പറ്റില്ല. ഞാൻ ആ ഒരു റീത്തും കൊണ്ട് പോയിട്ട് ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ചവിട്ട് കൊണ്ട് മരിക്കാതെ രക്ഷപ്പെട്ടത് എൻ്റെ ഭാഗ്യമെന്ന് വിചാരിക്കുകയാണ്. കാരണം അത്രത്തോളം ആളായിരുന്നു അവിടെ. എങ്കിലും മണിയെ കാണാൻ സാധിച്ചില്ലെങ്കിലും മണിയുടെ ഒരുപാട് ഓർമ്മകൾ മനസ്സിനകത്തുണ്ട്. കാരണം ഞങ്ങൾ സീരിയൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. മണിക്ക് അങ്ങനെ കാരണം മണി എൻ്റെ സീരിയൽ കൂടി വന്നു എന്ന് മണി പലയിടത്തും പറയുമെങ്കിലും ഞാൻ ഇന്ന് പറയുന്നു, മണിയെപ്പോലെ കഴിവുള്ള ഒരു കലാകാരന് എനിക്കൊരു സീരിയൽ കൂടി അവതരിപ്പിക്കാൻ വേണ്ട അവസരം കിട്ടിയതിൽ ഞാനാണ് സന്തോഷിക്കേണ്ടത്. അതുപോലെ തന്നെ മണി പിൽക്കാലത്ത് കുറേ സിനിമകളിൽ കോമഡി വേഷങ്ങൾ അഭിനയിച്ചു. വില്ലൻ വേഷങ്ങൾ വളരെ മനോഹരമായി മണി ചെയ്യുമായിരുന്നു. സത്യത്തിൽ മണി ആദ്യമായിട്ട് ഒരു വില്ലൻ വേഷം അഭിനയിക്കുന്നത് ഞാൻ സംവിധാനം ചെയ്ത സാഫല്യം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഒരു പോലീസുകാരൻ്റെ വേഷം മണിയല്ല അഭിനയിച്ചു. സത്യത്തിൽ എൻ്റെ നിർമ്മാതാവിന് ഒട്ടും വിശ്വാസമില്ലാതെ, കാരണം കോമഡി നന്നായ മണി എങ്ങനെ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് എന്നോട്, നിനക്ക് ഭ്രാന്താണോ എന്ന് വരെ അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതല്ല, അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും, നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് മണി ചെയ്യുന്നത്. അങ്ങനെയാണ് മണിയുടെ വേറൊരു മുഖം സിനിമയിലുള്ളവർ കാണുന്നത്. ഞാനെങ്ങനെ മണിയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു പറയാൻ വേണ്ടി വന്നാൽ, പക്ഷേ അയാളെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. നിങ്ങൾ ഈ പാട്ടുകൂടെ പാടുമ്പോൾ ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു 150ഓളം സ്റ്റേജുകളിൽ ഈ പാട്ട് മണി പാടി ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ പാടി നടക്കുന്നതും അവരെ കൊണ്ട് കൂടെ പാടിക്കുന്നതും ഇങ്ങനെ മനസ്സിൽ നിൽക്കും. ഞാൻ അവിടെ നിന്ന് അതാണ് ആലോചിക്കുന്നത്. പിന്നെ അഭിനയിക്കുന്ന കാര്യത്തിലായാലും സ്റ്റേജിൽ ഷോ ചെയ്യുന്ന കാര്യത്തിലായാലും മിമിക്രി ചെയ്യുന്ന കാര്യത്തിലായാലും മണിയുടെ അത്ര ഒരു പവർ വേറൊരു നടനിൽ നിന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് മണി പാടുമ്പോഴും നമുക്കറിയാം, അയാൾ അഭിനയിക്കുമ്പോഴും നമുക്കറിയാം. മണിയുടെ ഒരു കഴിവ് വെച്ച് മണി എത്തേണ്ട സ്ഥലങ്ങളിൽ മണി എത്തിയോ എന്ന് ചോദിച്ചാൽ, അയാൾ തെലുങ്ക് പടത്തിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ തമിഴ് പടത്തിൽ അഭിനയിച്ചു, കുറേ കാശുണ്ടാക്കി പെട്ടെന്ന് ആരോടൊന്നും പറയാതെ കടന്നങ്ങ് പോയി. പക്ഷേ മണിയുടെ കഴിവ് വെച്ച് അയാൾക്ക്
എവിടെയോ എത്തേണ്ട ആളായിരുന്നു മണി. പിന്നെ എന്താ പറയുക, മണി നമ്മളെ വിട്ടുപോയെങ്കിലും മണി മലയാളികളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. കാരണം ഇത് നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഒരാളെക്കുറിച്ച് നമ്മൾ വളരെ നല്ല കാര്യങ്ങൾ പറയും, അയാളുടെ മോശമായ കാര്യം ഒന്നും പറയും. പക്ഷെ മണിയെക്കുറിച്ച് മണി ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ചാലക്കുടി പോയി ഇറങ്ങിയാൽ അറിയാം മണിയുടെ ഒരു മഹത്വം എന്നാണ്. കാരണം ആ നാട്ടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മണിയൊക്കെ ഒരു എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ വന്ന ആളാ മണി. മണി അവിടെ വീട്ടിൽ പോകുമ്പോൾ എന്നെ വിളിച്ച് അവൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുത്തി കൊണ്ടുപോയിട്ട്, സാർ ഇത് ഞാൻ മേടിച്ചതാണ്, ഈ വീട് ഞാൻ മേടിച്ചതാണ്, ഒരു വലിയ വീടാണ്, ഒരു വലിയ മതിലും അതിനകത്ത് തെങ്ങും ഒത്തിരി മരങ്ങളും ഒക്കെ ഉണ്ട്. എന്നോട് പറയും, സാർ ഞാൻ ഇത്ര വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ ഗേറ്റിന് ഇവിടെ നിൽക്കും, ഒരു ഗേറ്റ് തുറക്കില്ല, ഇവിടെ നിൽക്കും. എൻ്റെ അച്ഛനകത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മണിയാകുമ്പോൾ അച്ഛൻ പണി തീർന്ന് കാശുമായിട്ട് വരും. ആ കാശ് വാങ്ങിച്ച് എൻ്റെ കയ്യിൽ സഞ്ചി ഉണ്ടാകും, ഞാൻ ഓടും സാർ. നിൽക്കുക, ഞാൻ നടന്നല്ല പോകും, ഞാൻ ഓടും. കാരണം ഓടിപ്പോയി അരി മേടിച്ച് കൊണ്ടുവന്ന് അമ്മേരി കൊടുത്താൽ എത്രയും പെട്ടെന്ന് കഞ്ഞി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടുന്നത് സാർ. അത്തരം അനുഭവങ്ങളുള്ള നടന്മാരൊന്നും എൻ്റെ അനുഭവത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ദൈവം ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്തു, പക്ഷേ ആയുസ് കൊടുത്തില്ല. ഒരുപാട് ഓർമ്മകളുടെ മണിയെക്കുറിച്ച് പറയാൻ. എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് മണി ഈ അവസരത്തിൽ നമുക്ക് ഇവിടെ ഒരു പടം വരച്ചും മണിയുടെ പാട്ട് പാടിയും നമുക്ക് മണിയെ ഓർക്കാം. ആദ്യമായിട്ടാണ് ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അനുസ്മരണങ്ങളെല്ലാം തന്നെ ആഡംബരമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അനുസ്മരണങ്ങൾ എല്ലാം തന്നെ പിന്നെ ആൾക്കാരുടെ ഡേറ്റും ടൈമും എല്ലാം ചാർട്ട് ചെയ്തിട്ട് ഒരു ആഡംബരപൂർണ്ണമാക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്കന്ന് രാത്രി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സംഗതിയാണിത്. അപ്പോൾ ഒന്ന് വളരെ ദൂരം മാത്രം കണ്ടിട്ടുള്ള ഒരാളിനോട് തോന്നുന്ന ആരാധന. നമ്മൾ ഒരുപാട് സെലിബ്രിറ്റികളെ കാണുന്നു, ഒരുപാട് താരങ്ങളെ കാണുന്നു, ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും എന്തോ ഒരു സ്പാർക്ക് കലാഭവൻ മണി എന്ന് പറയുന്ന ആ കറുത്ത മനുഷ്യനോട് ഉണ്ടായിരുന്നു. ഇത് തികച്ചും ഉള്ളിൽ തട്ടിയുള്ള ഒരു അനുസ്മരണമാണ്. ഇത് നമ്മൾ അത്യാവശ്യം ഒരു മീഡിയയും ഇതിനകത്ത് വിളിച്ചിട്ടില്ല. ഇതിനകത്ത് വന്നിട്ടുള്ളവരെല്ലാം നമ്മുടെ പേഴ്സണലായിട്ടുള്ള സുഹൃത്തുക്കളാണ്, അല്ലാതെ ഒരു മീഡിയ നമ്മളെ അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉദ്ഘാടന പരിപാടിയോ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അദ്ദേഹം വന്ന മാധ്യമം ഏതായിരുന്നാലും അല്ലെങ്കിൽ നാടൻ പാട്ട് എന്തായിരുന്നാലും ശരി തന്നെ, അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള കഴിവെന്തായിരുന്നാലും ശരി തന്നെ, അദ്ദേഹത്തിലുള്ള മനുഷ്യൻ എന്തായിരുന്നാലും ശരി തന്നെ, അതെല്ലാം പച്ചയായ ഒരു ജീവിതത്തിലൂടെ നമ്മളെ തെളിയിച്ച് കാണിച്ചു തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മണിച്ചേട്ടൻ. അവന്റെ തൊലിയും അവന്റെ വെളുപ്പും അല്ലെങ്കിൽ അവന്റെ നിറവും നോക്കി അനുസ്മരണങ്ങൾ ചടങ്ങുകളാക്കി മാറ്റുന്ന കാലഘട്ടത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ ഞങ്ങൾ വളരെ ലഘുവായ രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള. സബലം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലൂടെയാണ് മണിച്ചേട്ടന് മലയാള സിനിമയിലേക്ക് ഒരു പുതിയൊരു മുഖം ഉണ്ടാക്കി തന്നത്. അതിന്റെ ഡയറക്ടർ നീളാട്ടത്തിന്റെ സ്വന്തം ചേട്ടനാണ്. ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയെ പോലെ, ഞങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെ ഇരിക്കുന്ന വിജയേട്ടൻ തൈക്കാടുള്ളപ്പോൾ പിന്നെ അതിനേക്കാൾ വലിയൊരു വ്യക്തി ഞങ്ങൾക്ക് വേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നെ വിജയേട്ടനെ ഈ പരിപാടിയിലേക്ക് ഞാൻ 3:45 മണിക്കാണ് ഞാൻ വിളിച്ചത്. ഇത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരിയെ പോലെ നമ്മൾ കാണുന്ന ജയന്തി നരേന്ദ്രൻ, IFFKയുടെ മുഖ്യ ചുമതലക്കാരിയായിട്ടുള്ള, അതും അറിയിപ്പ് കിട്ടിയല്ല, ഇതിലേ പോയപ്പോൾ കണ്ട് വന്ന് കയറിയതാണ്. അതാണ് ഈ ചടങ്ങിന്റെ ഒരു ഇതെന്ന് പറയുന്നത്, മികവെന്ന് പറയുന്നത്. ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടമോടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. മണിയുടെ പാട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ പഴയകാലത്തെ നാടൻ പാട്ടുകൾ എടുത്തു നോക്കൂ, അതെല്ലാം അവരുടെ അന്നത്തെ ആത്മകഥയാണെങ്കിൽ ഇന്നിപ്പോൾ ജാനു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ നിവൃത്തിയില്ല, നീ പോയി
മുത്തപ്പന് കുരിശ് നേരു എന്ന് പറയുന്ന ഇടത്ത് ഉള്ള ആക്ഷേപഹാസ്യം അതിൽ എത്രയോ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ്. 2 സിനിമയിൽ, മലയാള സിനിമയിൽ ജഗന്നാഥന്മാർ വേണ്ട, അല്ലെങ്കിൽ ജഗന്നാഥന്മാർക്ക് ഒരു അടിവരയിടാൻ തുടങ്ങിയത് മണിയുടെ വരവോടെയാണെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. മനസ്സ് മാത്രം സൂക്ഷിച്ചു, ആരോഗ്യം സൂക്ഷിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഒരു നല്ല മനസ്സ് സൂക്ഷിച്ചു, പക്ഷേ സ്വന്തം ശരീരം നോക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായില്ല. എനിക്ക് ഞാൻ അന്ന് തൃശ്ശൂരായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ തൃശ്ശൂർ പോയി കാണാൻ കഴിഞ്ഞു. ആ തിരക്ക് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ വെച്ച് മനസ്സിലാലോചിച്ചു, എന്നും ആഘോഷവും ഇഷ്ടപ്പെടുന്ന, എന്നും സാധാരണക്കാരുടെ കൂടെ ജീവിച്ച മണിയേട്ടനൊന്ന് തിരിച്ചു വന്നെങ്കിൽ എന്നിട്ടൊന്ന് പൊക്കോട്ടെ എന്ന് ഞാൻ ആഘോഷിച്ചു. അത്ര തിരക്കായിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ അകത്തോട്ട് കയറാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് അതിനകത്തോട്ട് പ്രവേശിക്കാൻ പറ്റി. എനിക്ക് അവസാനമായി ആ വലിയ കലാകാരനെ ഒന്ന് കാണാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, മഴ പെയ്യുമ്പോഴോ നമുക്ക് പുട്ടില് ചൂടരുതോ, ഇടിവെട്ടുമ്പോഴോ നമുക്ക് പന്തേ പോവരുതോ, ആ മഴ പെയ്യുമ്പോഴോ നമുക്ക് പുട്ടില് ചൂടരുതോ, ഇടിവെട്ടുമ്പോഴോ നമുക്ക് പന്തേ പോവരുതോ, രാരിക്കണ്ടാരോ രേരിക്കം രേരേരോ, രാരിക്കം രാരോ രേരിക്കം രേരേരോ, മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ആ മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കയറും, ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും, മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കയറും, ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറുമല കയറും, രാരിക്കണ്ടാരോ രേരിക്കം രേരേരോ, രാരിക്കണ്ടാരോ രേരിക്കം രേരേരോ, മടമുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ചെറമുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, മടമുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, ചെറമുറിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, മടമുറിഞ്ഞാലോ നമ്മുടെ വിളമുടിയൂലേ, വിളമുടിഞ്ഞാലോ നമ്മളെ കുടിമുടിയൂലേ, മടമുറിഞ്ഞാലോ നമ്മളെ വിളമുടിയൂലേ, വിളമുടിഞ്ഞാലോ നമ്മളെ കുടിമുടിയൂലേ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, പടിയടച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, കുടിയൊഴിച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, പടിയടച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, കുടിയൊഴിച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനാടേ, പടിയടച്ചാലോ നമ്മള് പട നയിക്കൂലേ, കുടിയൊഴിച്ചാലോ നമ്മള് തുടിയെടുക്കൂലേ, പടിയടച്ചാലോ നമ്മള് പട നയിക്കൂലേ, കുടിയൊഴിച്ചാലോ നമ്മള് തുടിയെടുക്കൂലേ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രാരിക്കണ്ടാരോ രേരിക്കണ്ടേരോ, കത്തും പന്തം കണക്ക് പാടിഞ്ഞാറ് കത്തിയെരിഞ്ഞവർന്ന്, കണ്ണിലിരുട്ടു കുത്തി ഞങ്ങള് കൂരെ പോവാണ്, കത്തും പന്തം കണക്ക് പാടിഞ്ഞാറ് കത്തിയെരിഞ്ഞമർന്ന്, കണ്ണിലിരുട്ടു കുത്തി ഞങ്ങള് കൂരെ പോവാണ്, അകത്തും പന്തം കണക്ക് പാടിഞ്ഞാറ് കത്തിയെരിഞ്ഞമർന്ന്, ആ കണ്ണിലിരുട്ടു കുത്തി ഞങ്ങള് കൂരെ പോവാണ്, അകത്തും പന്തം കണക്ക് പാടിഞ്ഞാറ് കത്തിയെരിഞ്ഞമർന്ന്, ആ കണ്ണിലിരുട്ടു കുത്തി ഞങ്ങള് കൂരെ പോവാണ്, രാരിക്കണ്ടാരോ രേരിക്കം രേരേരോ, രാരിക്കണ്ടാരോ
ആ കുഞ്ഞമ്മാവൻ പറഞ്ഞേ നാളെ കൊയ്യാം ചെല്ലാന്ന്. മമ്പറപ്പാടത്ത് ഞങ്ങക്ക് പുഞ്ചേ കാവലാണ്. കുഞ്ഞമ്മാവൻ പറഞ്ഞേ നാളെ കൊയ്യാൻ ചെല്ലാന്ന്. ആ പുഞ്ചപ്പാടം തന്നിലെ ഞങ്ങള് വേലയ്ക്ക് പോവുകയാണ്. എന്നാണ് എന്റെ ദൈവമേ എങ്കട കെട്ടത മാറണത്. കത്തും പന്തം കണക്ക് പാടിഞ്ഞാറ് കത്തിയെരിഞ്ഞമർന്നേ. കണ്ണീരിരുട്ടുകുത്തി ഞങ്ങള് കൂരെ പോവാണ്. ആ കത്തും പന്തം കണക്ക് പാടിഞ്ഞാറ് കത്തിയെരിഞ്ഞമർന്നേ. ആ കണ്ണീരിരുട്ടുകുത്തി ഞങ്ങള് കൂരെ പോവാണ്. രാരിക്കം ഞാനാരോ രരിക്കം നേരേരോ. രാരിക്കം ഞാനാരോ രരിക്കം നേരേരോ. രാരിക്കം രാരോ രരിക്കം നേരേരോ. രാരിക്കം രാരോ രരിക്കം നേരേരോ.